CUET UG വഴി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. ഏകദേശം 3 കോഴ്സുകൾക്കാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഐക്കർ വഴിയുള്ള അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ വഴി അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. CUET UG ചെയ്തിട്ടുള്ള ആൾക്കാർ ഐക്കർ വഴി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് 29 ജൂൺ 2026 ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 28 ജൂലൈ 2026 ആണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നമ്മളെ ഐക്കറിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 17 ജൂലൈക്കായിരുന്നു ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 23 ജൂലൈ വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഐക്കർ അതിൻ്റെ ഒഫീഷ്യൽ റാങ്ക് കാർഡ് ഔട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 24 to 25 ഈ 2 ദിവസത്തിൻ്റെ ഇടയിലായിരിക്കും ഐക്കർ അതിൻ്റെ റാങ്ക് കാർഡ് ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ലൈ ചെയ്ത ആൾക്കാരുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള റാങ്ക് കാർഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് കിട്ടിയാലേ നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ അഡ്മിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റാങ്ക് എത്രയാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടിയാലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുക വെച്ചാൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് admissions.kau.in എന്നുള്ളതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 28 ജൂലൈ 2026 ആണ്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കമ്മിങ് ഡേയ്സിൽ അപ്ഡേഷൻ കാര്യങ്ങൾ വരുമായിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനറൽ OBC പോലുള്ള EWS പോലുള്ള കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് 1000 രൂപയാണ്. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെയുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സ് വഴി അല്ലാതെയുള്ള കോഴ്സുകളൊക്കെ ഐക്കർ CUET വഴി തന്നെയാണ് നടത്തുന്നുള്ളത്. പക്ഷേ ഇതിനും ഐക്കറിൽ അല്ലാതെയുള്ള നമ്മൾ റാങ്ക് കാര്യങ്ങളൊക്കെ മാനദണ്ഡമായി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ SC/ST കാറ്റഗറീസ് ആണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നേരത്തെ പറഞ്ഞാൽ 28 ജൂലൈ 2026 ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ക്യാമ്പസുകളിലാണ് നമുക്കത് പറയാം. അപ്പോൾ ബേസിക്കലി BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ കുമരകം കോട്ടയത്തുള്ള ക്യാമ്പസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 8 സീറ്റുകളാണ് ഈ ഒരു കോഴ്സിന് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായിട്ട്. RF മോഡ് എന്ന് പറയും, റെഗുലർ ഫീ മോഡ് എന്നാണ് ഇതിന് പറയാം. പിന്നെ വരുന്ന കോഴ്സാണ് BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശ്ശൂരുള്ള ക്യാമ്പസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ 8 സീറ്റാണ് ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ വരുന്നതാണ് BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. ഈ ഒരു ഇതിൻ്റെ ക്യാമ്പസ് വരുന്നത് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂർ മലപ്പുറത്തുള്ള ക്യാമ്പസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഏകദേശം 11 സീറ്റുകളാണ് ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അക്കാഡമിക്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ശേഷം നിങ്ങളുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക, പിന്നെ ഐക്കറിൻ്റെ റാങ്ക് കാർഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ മെൻഷൻ ചെയ്യുക, ശേഷം പ്രിൻ്റ് എടുക്കുക. ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് വഴി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിന് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് CUET വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അത് ഐക്കർ CUET വഴിയാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ 23-ാം തീയതി വരെ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ റാങ്ക് കാർഡ് കാര്യങ്ങളൊക്കെ 24-25 തീയതികളിലായിട്ട് ഇന്ന് നാളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ CUET UG ഐക്കർ വഴി അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.